ഇവൾ ആറ്റിലേക്ക് ചാടുന്നത് ഞാൻ കണ്ടു. വളരെ പ്രയാസപ്പെട്ട കരയിലേക്ക് വലിച്ചു കയറ്റി. ഈ അസമയത്ത് സാർ പോകണ്ടായിരുന്നു. പോയത് കൊണ്ടൊരു ജീവനെ രക്ഷിക്കാൻ സാധിച്ചു. വാച്ചരുടെ മകൾ ഉറങ്ങിക്കാണും. ഒന്ന് വിളിക്കൂ. തണുത്ത് മരവിച്ച് കിടക്കുകയാണ്. ഈ വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റണം. ആരോ ആകട്ടെ, നീ ആ കുട്ടിയുടെ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് എന്റെ കമ്പിളി എടുത്ത് മൂടി കൊടുക്കും. ശരി സാർ. ഈ നല്ല പ്രായത്തിൽ ഈ പെൺകുട്ടിക്ക് ആറ്റിൽ ചാടി ചാകേണ്ട കാര്യം ചത്തേ വെക്കൂ. അതെന്താ? അതങ്ങനെ സാർ ഇരുന്നത്. ആ പെൺകുട്ടിയെ വാച്ചർക്ക് അറിയാമോ? ആനപ്പാറയിലെ ഗൗരിത്തള്ളയുടെ ഇളയ മകളാണ്. ഇവളുടെ മൂത്തൊരു പെണ്ണുണ്ടായിരുന്നു. അത് മാറ്റി വീണാ ചത്തത്. അത് പിന്നെ മനഃപൂർവ്വമല്ലായിരുന്നു, ഒഴുക്കിപ്പെട്ടു പോയതാ. ഇവരൊന്നും വാച്ചർ നേരത്തെ പറഞ്ഞില്ലല്ലോ. ആ പെൺകൊച്ചി ചത്തു കാണുമെന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. കൊള്ളാം. അവൾക്ക് എങ്ങനെ ഇരിക്കുന്നു? ഒരു കുഴപ്പവുമില്ല. എഴുന്നേറ്റ് വർത്താനമൊക്കെ പറഞ്ഞു തുടങ്ങി. അവൾക്ക് വീട്ടിൽ പോകണം പോലും. ഈ പാതിരാക്കും നാളെ നേരം വെളുത്തിട്ട് പോകാന്ന് പറ. നീ പോയി കൂട്ടുകിടന്നു. പോയി കിടന്നോ മോളെ? ഞാൻ പോയി പായ എടുത്തുകൊണ്ട് വരാം. ശരി. വാച്ചർ നാളെ രാവിലെ പോയി ആ കുട്ടിയുടെ അമ്മയെ ഇങ്ങോട്ട് വരാൻ പറയും. അതെ, ഞാനൊന്ന് അടുക്കള. എന്തിനാ ഉച്ചവെക്കുന്നേ? അതിനെ കണ്ടില്ല. അത് പുറത്തോട്ടൊന്നും വന്നില്ലല്ലോ. ആഹാ, ഇനി പുറത്തേക്ക് വരൂ, പേടിക്കണ്ട. ഇപ്പോഴും തണുക്കുന്നോ? ഇവിടെ സ്ത്രീകൾക്ക് പറ്റിയ വേഷമൊന്നുമില്ല. ലൂക്കിയും ബനിയനേ ഉള്ളൂ. വേണോ? നീ എന്തിനാ മരിക്കാൻ ഒരുങ്ങിയത്? മരിക്കേണ്ടവളാണ് ഞാൻ. പോയി കിടന്ന് ഉറങ്ങിക്കോ. കൂട്ടിന് വാച്ചറുടെ മകളുണ്ടാവും. ഓക്കോ? എന്റെ മോളെവിടെ? കാണിച്ചതാ. കരയണ്ട, വല്യമ്മയുടെ മകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ടെണ്ണത്തിൽ ഒന്നിനെ കാലിന് കൊടുത്ത മഹാഭാവിയാണ് ഞാൻ. എന്റെ മോളെവിടെ? മോളേലതെ മോളെ. ഈ അന്ധകരണം ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി മോളെ? അമ്മയ്ക്ക് എങ്ങനെ തോന്നി? ഞാൻ എന്ത് ചെയ്തു കുഞ്ഞ്? അമ്മ ഉദ്ദേശിച്ച കാര്യം നടക്കും മുമ്പ് ഞാൻ ചത്തുകളയാന്ന് വിചാരിച്ചു. പക്ഷെ ഈ സാർ എന്നെ സമ്മതിച്ചില്ല. ആകാൻ വേണ്ടി ഇവൾക്ക് എന്ത് സംഭവിച്ചു? സാർ ചോദിക്കണ്ട, അമ്മ പറയില്ല. എന്നെ കൊന്നു കൊക്കയിൽ എറിഞ്ഞാലും ശരി, ഞാൻ ആ കള്ളുകൂടിന്റെ കൂടെ പോവില്ല. ഇവള് പിച്ച നടന്നപ്പം ഇവിടെ അച്ഛൻ ചത്തുപോയി മോനെ. അങ്ങേരുടെ സ്വന്തം അനന്തരവനാ ഗോവിന്ദൻ. ആ കുടുംബത്തിലുള്ള ആകെ ഒരാന്തടി അവനാ. ആ തടി ചുമക്കാൻ എന്നെ കിട്ടൂല. വളരെ പ്രയാസപ്പെട്ട് വളർത്തിയ അമ്മയാണ്, വേദനിപ്പിക്കരുത്. പിന്നെ ഞാൻ വേദനിക്കണോ എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അത് പറയാൻ ഞാൻ ആരുമല്ല. നീ മരിക്കരുത്. പിന്നെ ഞാൻ ആ രാക്ഷസിനെ കല്യാണം കഴിക്കണോ?
എന്റെ പൊന്നു സാറേ, ഗോവിന്ദൻ തങ്കക്കട്ടിയ. സാർ ഒന്ന് ഞങ്ങളുടെ പുരയിലോട്ട് വന്ന് അവനുമായി സംസാരിക്കുമ്പോ അറിയാമല്ലോ. എന്നിട്ട് സാർ എവളെ ഒന്ന് ഉപദേശിക്കണം. വരുമോ സാറേ? വരാം. ഇപ്പോൾ നീ അമ്മയോടത്ത് പോകും, ഞാൻ പിന്നീട് അങ്ങോട്ട് വരാം. മകൾക്ക് ദോഷം വരുന്നുവെന്നും അമ്മ ചെയ്യില്ല എന്ന് വിശ്വസിക്കും. സാർ വഴിയെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒറ്റ മനുഷ്യനെയും ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. സാർ ഞങ്ങളുടെ കുടിലേക്ക് വരുമോ? വരാം. വാ മോളെ, നമുക്ക് പോകാം.